ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. തലേന്ന് രാത്രി തന്നെ കുറച്ച് ഉലുവ, ഒരു 2 സ്പൂൺ ഉലുവ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി സബോള, ചെറിയ ഉള്ളിയാണ് നല്ലത്, എൻ്റെ കയ്യിൽ സബോളയാണ് ഉള്ളത്, അത് കാരണം ഞാനതെടുത്തു. അപ്പം 3 സാധനം വെച്ചാൽ നമ്മൾ ഈ എണ്ണ കാച്ചുന്നത് കേട്ടോ. നല്ല മുടി കൊഴിച്ചിൽ മാറാനും നന്നായിട്ട് മുടി വളരും കേട്ടോ. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മൈലാഞ്ചിയും കയ്യോന്നി അങ്ങനെയുള്ള സംഭവമൊക്കെ ഇടുന്നതാണ്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് കാച്ചി തേക്കുന്നത്. അപ്പം നമ്മുടെ കറിവേപ്പിലയും കുറച്ചേറെ കറിവേപ്പില ഉള്ളതനുസരിച്ച് ഇടാം കേട്ടോ. ആ കറിവേപ്പിലയും ഉലുവയും ഉള്ളിയും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തു. അതിന് ശേഷം ഒരു ഉരുളി വെച്ചു. ചൂടായപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാനൊരു 1/2 കിലോ അടുപ്പിച്ച് വരുന്ന അത്രയും ആണ് എണ്ണ കാച്ചാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേണ്ട, അതാണ് ഞാനെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട്, അപ്പോൾ മാറി നിന്നൊക്കെ ഇട്ട് കൊടുക്കണം. വെള്ളം തെറിക്കും, കാരണം പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചുമൊക്കെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും കേട്ടോ. വെള്ളമയം കാണുമല്ലോ. അങ്ങനെ കുറേ നേരം ഇളക്കി അതിൻ്റെ വെള്ളമയമൊക്കെ അങ്ങ് പോയി ഒന്ന് വാടി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ അങ്ങ് പോകണം കേട്ടോ. നന്നായിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇതായിട്ട് വന്നതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കണം, വെളിച്ചെണ്ണ ബാക്കിയുള്ളത്. അല്ലാതെ ഈ ആദ്യം തുടക്കം തന്നെ അങ്ങനെ ചില സമയത്ത് അങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ കാച്ചാറില്ല കേട്ടോ. ഈ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് തന്നെ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ കുറേ നേരം കിടന്നുണ്ടാ എണ്ണ ഇങ്ങനെ വറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എണ്ണ കുറഞ്ഞു പോകും. അപ്പോൾ ഇതാവുമ്പം അതൊന്ന് മൂത്ത് അതിൻ്റെ പിന്നെ വെള്ളമയമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കാകുമ്പോൾ നമുക്കതനുസരിച്ച് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക. ഉലുവയൊക്കെ നല്ലതല്ലേ, നമ്മുടെ തലയ്ക്ക് തണുപ്പും. ഉലുവയും ഉള്ളിയും സബോളയൊക്കെ നല്ലതാണ്, കറിവേപ്പിലയൊക്കെ നല്ലതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുക. ഈ പ്രാവശ്യം ഞാൻ കൂടുതൽ മെനക്കെടാൻ പോയില്ല. ഇടയ്ക്ക് ഞാനിങ്ങനെയാണ് ബാക്കി സാധനങ്ങൾ, നമ്മളിപ്പോൾ ഗുജറാത്തിലല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം ചെമ്പരത്തിപ്പൂവ്, കയ്യോന്നി, ഞങ്ങളുടെ അവിടെ കയ്യോന്നി എന്നാണ് പറയുന്നത്, ആ സംഭവങ്ങളൊന്നും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് കാച്ചുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ആ മിക്സ് എല്ലാം അതിൻ്റെ ആ വെള്ളമൊക്കെ പറ്റി കേട്ടോ. വെള്ളമൊക്കെ പറ്റി ഇതായി വന്നപ്പോഴത്തേക്കും ഞാൻ ബാക്കി വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എല്ലാം ഒന്ന് മിക്സാക്കി അങ്ങനെ എണ്ണയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 മണിക്കൂർ എടുക്കും എന്താണെങ്കിലും ഇത് ഒന്ന് ഓക്കെ ആയി നല്ല കാച്ചി വെളിച്ചെണ്ണയായിട്ട് വരാനായിട്ട്. നന്നായിട്ട് മൂത്ത്, എല്ലാവർക്കും വെളിച്ചെണ്ണ എന്താ പറയുക, എണ്ണ കാച്ചുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ കണ്ടോ, ഏകദേശം ഇങ്ങനെ നമ്മുടെ എണ്ണ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഈ കളറിലായി വരണം. നമ്മുടെ അരച്ച മിക്സൊക്കെ ഇതുപോലായി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പം ഞാനിങ്ങനെ കൈവിടാതെ ഇറക്കി കൊടുക്കാതും. നല്ല ചൂടും ഉണ്ട് കേട്ടോ. അടുക്കളയിൽ നിന്നിട്ടേ, നമുക്കിവിടെ മഴയൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കാച്ചി കഴിഞ്ഞിട്ടൊന്ന് പുറത്തങ്ങ് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ഏകദേശം നമ്മുടെ എണ്ണ ആകാറായി. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ, സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് ഓക്കെ ആയി. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബോട്ടിലിലോട്ട് മാറ്റാവേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തണുത്ത് കഴിഞ്ഞു കേട്ടോ. എണ്ണ ഞാൻ കുറേ നേരം ഓഫ് ചെയ്ത് വെച്ച് തണുത്ത് കഴിഞ്ഞ ശേഷം ഒരു അരിപ്പ എടുത്തു. പിന്നെ ഒരു പാത്രം, ഒരു മൊന്ത എടുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുക. പിന്നെ ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് 1/2 ലിറ്റർ എണ്ണയായിരുന്നു ഞാൻ കാച്ചാനായിട്ട് എടുത്തത്. കാച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 1/2 ലിറ്ററിൽ നിന്ന് കുറയുമല്ലോ. ഒരു എന്താ പറയുന്നത്, ഒരു 100 മില്ലിയൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ ബോട്ടിലൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മുടി വളരാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ.